നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇനാമൽ ഉണ്ടാവും. നമ്മൾ കുറേ വർഷങ്ങളോളം അങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരുന്ന ഇനാമൽ ഉണ്ടാവും. ചെറിയൊരു എമൗണ്ട് ഓഫ് ഇനാമൽ ഉണ്ടാവും. എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉള്ള പോലെ നമ്മൾ ഡെയിലി ചെയ്യുന്ന സാധനത്തിന് എല്ലാത്തിനും ചെറിയ തേയ്മാനം ഉണ്ടാവും. പക്ഷെ അത് കരുതിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കൊന്നും കാടില്ല. നമ്മൾ അയ്യോ എൻ്റെ പല്ല് തേഞ്ഞു പോകും, ഞാൻ ക്ലീനിങ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അഴുക്കുകൾ ഫുള്ളാക്കി ഇരുത്തിയിട്ട് പല്ല് ഇളകി പോകുന്നേക്കാളും നല്ലത് നമ്മൾ ക്ലീൻ ചെയ്ത് അഴുക്കുകളില്ലാതെ വർഷങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്യുക തന്നെയാണ്. എല്ലാവരും ഇനാമൽ ലോസ് ഉണ്ടാവും എന്ന് ചോദിക്കാൻ കാരണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുളിപ്പ് ഫീലിംഗ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. പല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ അടിഞ്ഞ് അഴുക്കുകൾ ഇത്തൽ പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇത് പല്ലാണ്, അതിൻ്റെ മുകളിൽ കുറേ വർഷങ്ങളായിട്ട് ഈ പല്ലുമ്പോൾ ചൂടും തണുപ്പൊന്നും തട്ടുന്നില്ല, ബിക്കോസ് അഴുക്കുകൾ അടിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കുറേ നേരം കണ്ണടച്ചിരുന്നു, പെട്ടെന്ന് കണ്ണ് തുറന്നാൽ നമ്മളെ കണ്ണ് മഞ്ഞളിക്കില്ലേ, പെട്ടെന്ന് ലൈറ്റ് അടിച്ച്, അതേപോലെ കുറേ നാൾക്ക് ശേഷമുള്ള അഴുക്കുകളെല്ലാം എടുത്ത് കളഞ്ഞ് ചൂടും തണുപ്പും പല്ലുമ്പോൾ തട്ടുമ്പോൾ ചെറിയൊരു പുളിപ്പ് പോലെ തോന്നും. അത് 1-2 ദിവസം കഴിഞ്ഞാൽ മാറും. അത് ഒരിക്കലും ഇനാമൽ ലോസ് കൊണ്ടല്ല, അഴുക്കുകൾ എടുത്ത് കളഞ്ഞ് കുറേ നാൾക്ക് ശേഷം പല്ലുമ്പോൾ ചൂടും തണുപ്പും എക്സ്പോസ്ഡ് ആവുന്നതുകൊണ്ട് മാത്രമാണ്. വേറൊരു കാര്യം, നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പല്ലിൽ നിന്ന് പൊട്ടിപ്പോയ പോലെ തോന്നും. അത് ആക്ച്വലി ഇത്തൾ പിടിച്ച അഴുക്ക്, വി കോൾ ഇറ്റ് ആസ് കാൽക്കുലസ്. ആ സാധനം എടുത്ത് കളയുമ്പോഴാണ് നമുക്ക് പല്ലുമിൽ നിന്ന് എന്തോ പൊട്ടിപ്പോയ പോലെ തോന്നുന്നത്. അത് കളയാനാണ് നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത്.